നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ പോവാണ്. കൃത്യമായി പറഞ്ഞ 2025-26 ഫിനാൻഷ്യൽ ഇയർ വരുന്ന മാസം മാർച്ച് 31 അവസാനിക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം. നമ്മളൊരു NRI ആണെങ്കിലും അല്ലെങ്കിലും നമ്മളിത് ഫയൽ ചെയ്തേ പറ്റൂ. ഇത് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് ടാക്സ് അടക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ടാക്സ് കിട്ടാനുണ്ടാവും. എന്നാൽ ഈ ടാക്സ് സിസ്റ്റവുമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കണക്റ്റഡ് ആണ്. നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സും എല്ലാം ഉണ്ടാവും. ആ സ്റ്റോക്കുകളിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഒട്ടും പെർഫോമൻസ് തരാത്ത, അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോനെ ബ്ലഡ് ബാത്തിലാക്കുന്ന ചില സ്റ്റോക്സുകൾ ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് നഷ്ടത്തിൽ കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ആ സ്റ്റോക്ക് നല്ലതാവാത്തോണ്ടാവില്ല, പക്ഷെ നമ്മൾ വാങ്ങിച്ച റേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് റേറ്റ് അല്ലാതെ വരുമ്പോൾ ആ സ്റ്റോക്ക് ലോസിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് വാങ്ങിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോക്കിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ ഇത് കുറക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ലോസിൽ കിടക്കുന്ന സ്റ്റോക്ക് നമുക്ക് വിറ്റ് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നഷ്ടത്തിലല്ലാതെ എങ്ങനെ നമുക്ക് വിൽക്കാം. നമുക്ക് ലാഭത്തിൽ ആ സ്റ്റോക്കിനെ വിൽക്കാൻ പറ്റണം, അല്ലെങ്കിൽ നഷ്ടമില്ലാതെ സീറോ നഷ്ടത്തിൽ നമുക്ക് ആ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാനും പറ്റണം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഗുണം, നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് ക്ലീൻ ആയിരിക്കും, റീബാലൻസ് ചെയ്ത് പെർഫെക്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടും റിട്ടേൺ തരാത്ത സ്റ്റോക്കിനെ ഈ വർഷങ്ങളോളം കൊണ്ട് നടക്കുന്ന ഹെഡേക്കും ഇല്ല, നല്ല ക്വാളിറ്റി അസറ്റുകൾ മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. മൂന്നാമതൊരു ഗുണം കൂടി പറയാം, നമുക്ക് ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമുക്ക് ലോസിലുള്ള ഒരു സ്റ്റോക്ക് ബുക്ക് ചെയ്ത്, അതിൻ്റെ ലോസ് ബുക്ക് ചെയ്ത് അത് ടാക്സുമായിട്ട് എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. 100% ലീഗലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്ക് ആവട്ടെ, മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, ETF ആവട്ടെ, നിങ്ങൾ എന്ന് വാങ്ങിച്ചതാവട്ടെ, ലോസിലാണ് കിടക്കുന്നതെങ്കിൽ ഈ പറയുന്ന മാത്തമാറ്റിക്സ് ഒന്ന് ചെയ്തു നോക്കിയാൽ ഡെഫിനറ്റായിട്ടും ഷുവറാണ് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ക്യാഷ് ഇതുകൊണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട പോർട്ട്ഫോളിയോയിൽ എങ്ങനെയാണ് ഈ ലോസ് ഉള്ള സ്റ്റോക്കിനെ ലാഭത്തിൽ അല്ലെങ്കിൽ നഷ്ടത്തിൽ ഒട്ടും തന്നെ വരാതെ എങ്ങനെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്ലയൻറ്റിൻ്റെ ഡാറ്റ എൻ്റെ അടുത്തോട്ട് വന്നത് KPIT എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, KPIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഏകദേശം 60 ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്. 1675, ഓൾമോസ്റ്റ് അതിൻ്റെ പീക്കിൽ നിന്ന് കുറച്ച് കറക്റ്റ് ചെയ്തപ്പോഴാണ് വാങ്ങി തുടങ്ങിയത്. 1 ലക്ഷം രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 955 രൂപ. ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ 57,300. ലോസിലാണ് നിൽക്കുന്നത് 43,220. ഇവിടെ മാർക്ക് ചെയ്ത് കാണാൻ പറ്റും LTCL എന്ന് പറഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. അതായത് ഒരു വർഷത്തിന് മുകളിലായിട്ടാണ് ഈ സ്റ്റോക്ക് വാങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വാങ്ങിയിട്ടില്ല, അതിന് മുന്നേ അത് വാങ്ങിപ്പോയതാണ്. ആ സമയത്ത് നിൽക്കുന്നത് 43,220 ഇപ്പോൾ ആ സ്റ്റോക്ക് ലോസിൽ നിൽക്കുന്നത്. നമുക്ക് ഈ ലോസ് ഒഴിവാക്കി ഇതിനെ ലാഭത്തിലാക്കി മാറ്റണം. എങ്ങനെയെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ KPIT വാങ്ങിക്കാനുള്ള കാരണം, ഓട്ടോമോട്ടീവിൽ നല്ല കമ്പനിയാണ്, ഒട്ടും മോശപ്പെട്ട ഒരു കമ്പനി അല്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻറ്റർ ചെയ്ത ഈ വാല്യൂ ഇവിടെ കാണിക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് 1675. ഈ വാല്യൂ ആണ് ഇവിടെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തത്. കാരണം നമ്മളൊരു എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും നമ്മൾ വാങ്ങുന്ന വാല്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂഷൻ നോക്കാതെ വാങ്ങിയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, എന്തായാലും ഇപ്പം നിൽക്കുന്നത് 43,220. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് KPIT ചാർട്ടിലോട്ട് പോകാം. ഇത് KPIT ഒരു 5 ഇയേഴ്സ് ചാർട്ടിൻ്റെ ഫ്രെയിമാണ്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ KPIT ഓൾമോസ്റ്റ് 1860 വരെ ഈ ഷെയറിൻ്റെ പ്രൈസ് പോയിട്ടുണ്ട്. പക്ഷേ ഏകദേശം ആൾ നിൽക്കുന്നത് ഈ റേഞ്ചിലാണ്. അത് കുറച്ച് കറക്റ്റ് ചെയ്തപ്പോൾ ഇത് വാങ്ങി. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫസ്റ്റ് ഇവിടുന്ന് വാങ്ങിച്ചു, പിന്നെ ആവറേജ് ഒരു സമയം കഴിഞ്ഞപ്പോൾ നിർത്തി. പക്ഷേ ഈ സ്റ്റോക്ക് നോക്കി കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡാണ്. ഇപ്പം ഇന്നലെ വരെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 958, ആ ഒരു 55 വാല്യൂവിലാണ് ഏകദേശം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇനി ഈ തിരിച്ച് ഈ വാല്യൂയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എത്രയോ ബുദ്ധിമുട്ടാണ്. അതായത് 40% ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത്. ഇപ്പം 100 രൂപക്ക് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങി 50 രൂപയിലോട്ട് കറക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ലോസ് എന്ന് പറയുന്നത് 50%.
പക്ഷെ തിരിച്ച് ആ സ്റ്റോക്ക് 100 രൂപ ആവണമെങ്കിൽ നിങ്ങൾക്ക് 50ൻ്റെ ഇരട്ടി ലാഭം കിട്ടണം. അതായത് 100 ആവണമെങ്കിൽ 100% പ്രോഫിറ്റ് വേണം. ഇപ്പം ഇയാളുടെ ലോസ് എന്ന് പറയുന്നത് 40%. ഇയാൾക്ക് തിരിച്ച് അതേ വാല്യൂലോട്ട് എത്തണമെങ്കിൽ 80% ഈ സ്റ്റോക്കിന് ലാഭം കൊടുക്കണം. അപ്പോൾ അത് ഉടനെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് കുറവാണ്. എന്തായാലും 2 3 അതിൽ കൂടുതലോ വർഷങ്ങൾ അവിടെ കാത്തിരിക്കേണ്ടി വരും. അത്രയും ലോസ് നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകും. ശരി, അവിടെ നിൽക്കട്ടെ. തിരിച്ച് നമ്മളെ കാര്യത്തിലോട്ട് വരാം. പിന്നെ അടുത്ത് ഞാൻ കണ്ടത് കനറ റോബേക്കോ ആയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് കനറ റോബേക്കോ സെലക്ട് ചെയ്ത്. ഈ മ്യൂച്വൽ ഫണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിത് നോക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു ലാർജ് ക്യാപ് ഫണ്ടാണ്, പോർട്ട്ഫോളിയോൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. പക്ഷേ ഞാൻ ചോദിച്ചു അപ്പോൾ വേറെ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ആൻസർ വളരെ ലോജിക്കലായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞത് ആൻസർ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണെന്നുള്ള വളരെ കറക്റ്റായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വെബ്സൈറ്റാണ് ടിക്കറ്റ് ടേപ്പർ. ഞാൻ ടിക്കറ്റ് ടേപ്പറിൽ പോയിട്ട് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്ന ലാർജ് ക്യാപ്പ്. സോ ഞാൻ ലാർജ് ക്യാപ്പ് ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നു. ഈ ലാർജ് ക്യാപ്പിൽ പോയിട്ട് ഇതിന് AUM എക്സ്പെൻസ് റേഷ്യോ, ഓക്കെ, എക്സ്പെൻസ് റേഷ്യോ വെച്ച് ഞാൻ സോർട്ട് ചെയ്യുന്നു ലോവസ്റ്റ് ടു ഹയസ്റ്റ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്തും കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. കനറ റോബേക്കോ അത്യാവശ്യം നല്ല AUM ഉള്ള ഫണ്ടാണ്, ഏകദേശം 0.7 ആണ്. ബാക്കി ഏതിന് നോക്കിക്കഴിഞ്ഞാലും ഈ കനറ റോബേക്കോൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് ഇവാലുവേഷൻ ഞാൻ നടത്തി. പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തിയ സമയത്ത് സ്ക്രീനിൽ കാണാം, നമുക്കറിയാം ഈ കനറ റോബേക്കോ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലാർജ് ക്യാപ്പ് ഫണ്ടാണ്. അപ്പോൾ ലാർജ് ക്യാപ്പിന് ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി 100 ആണ്. അപ്പോൾ ആ ഇൻഡെക്സിനെ ഞാനൊന്ന് കമ്പാരിസണിൽ കൊണ്ടുവന്നു. ഇതിൽ ഇപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത് കനറ റോബേക്കോ ഫണ്ട്, അത് ഫണ്ട് തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയുള്ളത്. ഈ യെല്ലോ കളറിൽ കാണിക്കുന്നത് നിഫ്റ്റി 100 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. ഈ ത്രൂ ഔട്ട് ഈ പീരിയഡ്, ഈ ഫണ്ട് തുടങ്ങിയ ഏകദേശം 2013 തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. അന്ന് തൊട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയം പോലും ഇതിൻ്റെ ബെഞ്ച് മാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞത് കൊണ്ട് മാത്രം ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുക എന്ന് പറയുന്നത് നല്ലൊരു ഐഡിയ അല്ല. കാരണം ചീപ്പസ്റ്റ് ഈസ് ദ ബെസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ചീപ്പായതുകൊണ്ട് ബെസ്റ്റ് ആകണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ എക്സ്പെൻസ് റേഷ്യോയിൽ ഉപരി ആ ഫണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ ബെഞ്ച് മാർക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിനോടൊപ്പോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കനറ റോബേക്കോ ഫണ്ട് ചൂസ് ചെയ്യുന്നതിന് പകരം ഇദ്ദേഹത്തിന് വേണമെങ്കിൽ നിഫ്റ്റി 100 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ഈ റിട്ടേൺ കിട്ടുമായിരുന്നു. നിഫ്റ്റി 100 ഇൻഡെക്സ് ഇത്രയും കാലം കൊണ്ട് കൊടുത്ത ഏകദേശം 604 ആണ്, മറ്റേ 509%. ഇത് പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ ആണ്. എന്നാലും ഈ ഗ്രാഫ് വളരെ ക്ലാരിഫൈ ആയിട്ട് പറയുന്നുണ്ട് ബെഞ്ച് മാർക്കിനെ ഈ ഫണ്ടിന് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ അനാലിസിസിൽ എനിക്ക് KPIT എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ വന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞു കനറ റോബേക്കും എക്സിറ്റ് ചെയ്യണം, ബിക്കോസ് ഈ കാരണം കൊണ്ട്. അപ്പോൾ കനറ റോബേക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ ആൾ ഇൻവെസ്റ്റ് ചെയ്തത് 9,64,000 രൂപയാണ്. ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ 14 ലക്ഷമാണ്. പ്രോഫിറ്റ് 4,35,000. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പ്രോഫിറ്റ് പാർട്ടുകളുണ്ട്. നമുക്കറിയാം, ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 86,000 ഉണ്ട്, മറ്റത് ബാക്കിയുള്ളത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 3,49,000. അപ്പോൾ ഞാൻ ഇത് രണ്ടും റിഡീം ചെയ്യാൻ പറഞ്ഞു. റിഡീം ചെയ്യാൻ പറയുന്നതിനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ KPIT ഇവിടെ ലോസിൽ കിടക്കണം 43,000. ഇതിന് ലോസ് കൂടോ കുറയോ ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഇതിന് 80% ഈ സ്റ്റോക്ക് റിട്ടേൺ തരണമെങ്കിൽ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഭേദപ്പെട്ടൊരു റിസൾട്ട് അല്ല. മേ ബി 2-3 വർഷം അല്ലെങ്കിൽ അതിലപ്പുറത്തോട്ടോ ഈ ലോസ് സഹിച്ച് ഈ പോർട്ട്ഫോളിയോയിൽ ഇത് കൊണ്ടുനടക്കേണ്ടി വരും. ഒന്നാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാത്തൊരു മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് അതും കൊണ്ട് നടക്കുന്നത് ലോജിക് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് എക്സിറ്റ് ചെയ്യണം. പക്ഷേ ഇത് രണ്ടും എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമില്ലാതിരിക്കണമല്ലോ. അപ്പോൾ അതാണ് നോക്കുന്നത്. കനറ റോബേക്കോ ഒന്ന് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞത് 86,000. അതിന് 20% ടാക്സ് എന്ന് പറയുമ്പോൾ 14,200 നമ്മൾ അടക്കണം. മാർച്ച് 31 കഴിഞ്ഞാൽ നമ്മൾ അടക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് റിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ്. ഇനി ലോങ് ടേമിലോട്ട് വരുമ്പോൾ 12.5%. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 17,200 28,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 45,267 രൂപ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ വിറ്റ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ടാക്സ് അടക്കേണ്ടി വരും. പക്ഷേ ഈ ടാക്സ് ഇത് വിൽക്കണം എന്നുള്ളത് ഷുവറാണ്, കാരണം ഇത് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇത്ര രൂപ ടാക്സ് അടക്കണം. ആ ടാക്സ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഇതിനെ എനിക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫ്സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ സമയത്താണ് KPIT ഞാൻ നോക്കുന്നത്. ഇപ്പോൾ KPITയിൽ ഏകദേശം 43,000 രൂപ ലോസ് ഉണ്ട്. അപ്പോൾ ഈ 45,000 ലാഭമുള്ള അല്ലെങ്കിൽ 45,000 ടാക്സ് അടച്ചിരിക്കേണ്ട മ്യൂച്വൽ ഫണ്ട് ഞാൻ വിൽക്കാൻ തീരുമാനിക്കുന്നു.
ഈ പറഞ്ഞ 43,000 ലോസിലുള്ള സ്റ്റോക്ക് ഞാൻ വിൽക്കുന്നു. ഇതുവഴി ഞാൻ ടാക്സ് ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ട് ആളുടെ ടാക്സ് ഞാൻ ഒഴിവാക്കി കൊടുക്കുന്നു. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് LTCL ഷോർട്ട് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് KP8 43,220 രൂപയാണെന്ന് ആലോചിക്കണം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 17,200 അടക്കണം. അത് കഴിഞ്ഞ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും കനറ റോബേക്കോ വിൽക്കുമ്പോൾ 28,000 അടക്കണം. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 20,087 രൂപ മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. അതിന് 12.5% അടച്ചു കഴിഞ്ഞാൽ വെറും 250 രൂപ നമുക്ക് ടാക്സ് അടച്ചാൽ ഈ പരിപാടി എല്ലാം ഒഴിവാക്കി എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 2-3 ഗുണങ്ങളാണ്. ഒന്ന്, ലോസിലുള്ള 43,220 രൂപയുള്ള KP8 സ്റ്റോക്സ് നമ്മൾ വിറ്റിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറും ടാക്സ് അടച്ചത് 220 രൂപയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അടക്കുന്ന ടാക്സ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 43,000 രൂപ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റായി. ആ ലോസ് വിറ്റാൽ പോലും നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റായി. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്ലീൻ ആയി. കാരണം ബെഞ്ച് മാർക്കിന് റിട്ടേൺ ചെയ്യാത്ത മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഒഴിവാക്കി, പെർഫോമൻസ് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ ഹയർ വാല്യുവേഷനിൽ പോയി വാങ്ങിച്ച KP8 എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ നിങ്ങൾ ഒഴിവാക്കി. ഇതോടുകൂടി നിങ്ങളുടെ പോർട്ട്ഫോളിയോ അവിടെ ക്ലീൻ ആവുന്നു, നിങ്ങളുടെ ഓവറോൾ റിട്ടേൺ പെർസെൻറ്റേജ് കൂടുന്നു. നിങ്ങൾക്ക് നഷ്ടമുണ്ടോ? നഷ്ടമായിട്ടില്ലതാണ്. അതുപോലെ ലോ പെർഫോമൻസ് ആയിട്ടുള്ള ഫണ്ടുകളെയും നമ്മൾ ഒഴിവാക്കി. ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച വലിയൊരു പാഠം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ബാത്തിൽ ബ്ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ അതിനകത്ത് ഉണ്ടെങ്കിൽ, ഒരുപാട് കാലമായിട്ട് നെഗറ്റീവിൽ നിൽക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ വിൽക്കാൻ വേണ്ടി ഒരു മടിയും കാണിക്കേണ്ട, അത് വിൽക്കണം. പക്ഷെ വിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻ്റലിജൻ്റ് ആയിട്ട് സ്മാർട്ടായിട്ട് അതിനെ വിൽക്കണം. ഗെയിനുള്ള ഒരു സംഭവം നോക്കുക. പക്ഷെ അത് പെർഫോമൻസ് ഇല്ലാതെ നിൽക്കുന്നതാണെങ്കിൽ ആ ഗെയിനിനെ മാറ്റി ഇവിടെ കൊണ്ടുവന്ന അതവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അതിൻ്റെ ലാഭം എടുക്കുക. അതിൻ്റെ ടാക്സും ലോസിൻ്റെ ടാക്സും കൂടി ഹാർവെസ്റ്റ് ചെയ്യുക. അതാണ് ഓഫ്സെറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് ഈ വരുന്ന മാർച്ച് 31 മുന്നേ നമ്മുടെ പോർട്ട്ഫോളിയോ കൃത്യമായിട്ട് നോക്കി നമ്മുടെ എല്ലാ അസറ്റുകളും നമ്മളൊരു ടേബിളിൽ വെച്ചിട്ട് നമ്മൾ ഈ അനാലിസിസ് നടത്തണം. നമ്മൾ എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും വിൽക്കുക എന്നുള്ളതല്ല നമുക്കിത് ലാഭത്തിൽ കൊണ്ടുവരാനുള്ള വഴി. പക്ഷെ നമ്മൾ വിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ലോജിക് ഉണ്ട്. ഞാൻ കനറ റോബേക്കോ വിൽക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് Nifty 100 ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാരണമാണ്. ലോ എക്സ്പെൻസ് റേഷ്യോട് അംഗീകരിക്കുന്നു, പക്ഷേ ചീപ്പ് ആയതുകൊണ്ട് അത് ബെസ്റ്റ് അല്ല എന്നുള്ളത് കൊണ്ട് വിൽക്കുന്നു. KP8 അടുത്തൊരു 2 വർഷത്തിന് ഒരു ചാൻസ്, ഞാനൊരു പ്രോബബിലിറ്റി മുകളിലോട്ട് കാണുന്നില്ല. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഒന്ന് പിക്കപ്പ് ചെയ്ത് വരണം, കുറച്ച് സമയം എടുക്കും. പക്ഷെ അതുവരേക്കും നമ്മൾ ആ ലോസ് സഹിച്ച് അവിടെ നിൽക്കണ്ടല്ലോ. നമുക്ക് ആ ക്യാഷ് എടുത്ത് വേറെ ഓപ്പർച്യൂണിറ്റികൾ നോക്കാം. അപ്പോൾ ആ ലോസ് അവിടെ ബുക്ക് ചെയ്തുകൊണ്ട് ആക്ച്വലി നിങ്ങൾക്ക് അവിടെ ലോസ് വരുന്നില്ല. കാരണം എന്താ? നിങ്ങൾ കനറ റോബേക്കോന്റെ പ്രോഫിറ്റുമായിട്ട് അതിനെ ഓഫ്സെറ്റ് ചെയ്ത് ആ ടാക്സ് അടക്കുന്നത് വെറും 250 രൂപയിലോട്ട് കൊണ്ടുവന്നു. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും ഇതുവഴി ശരിക്കും പറഞ്ഞാൽ 4-5% എക്സ്ട്രാ റിട്ടേൺ വാങ്ങിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ വരുന്ന മാർച്ച് 31 മുന്നായിട്ട് ഈ ടാക്സ് ഹാർവെസ്റ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യണം. ഇൻട്രാഡേ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്കും വേറെ ഒരു ക്രൈറ്റീരിയയാണ് ടാക്സ് ഓഫ്സെറ്റിംഗ് ഹാർവെസ്റ്റിങ്ങിന് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഫോറിൻ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ഫോറിൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ എൻ്റെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. സോ മാർച്ച് 31 മുന്നേ മറക്കരുത്, എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ശരിക്കും നല്ല ക്ലീൻ ആക്കി വളരെ ക്വാളിറ്റി ഉള്ള പോർട്ട്ഫോളിയോ ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. വരുന്ന ആഴ്ച നമുക്ക് മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.